സ്വീഡനിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഗവൺമെൻറ് തീരുമാനമെടുത്തു. കാരണം ഇത്രയും ജോലിക്കാർ ഇവിടെ ആവശ്യമില്ല. നിങ്ങൾ വീട്ടിലിരുന്നോളൂ, ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടംപോലെ പൈസ ഉണ്ട്. എല്ലാ മാസവും യൂണിവേഴ്സൽ ബേസിക് ഇൻകം UBI എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് തരും. നിങ്ങൾ ജോലി എടുക്കണ്ട, വീട്ടിലിരുന്നാൽ മതി, ഗവൺമെൻറ് തരാം. എവിടെ ഈ സ്വീഡൻ? ആ കാസർഗോഡുകാരല്ലേ പാസ്പോർട്ടൊക്കെ സ്വന്തമായിട്ട് റിസർവ് ബാങ്ക് വെള്ളിയാഴ്ച വിസ അടിക്കുക, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കാസർഗോഡുകാരെ കുറിച്ച് സ്ഥിരം പറയുന്ന. ദുബായ് തുടങ്ങിയ കാസർഗോഡുകാർ സ്ഥിരം വെള്ളിയാഴ്ച അടിച്ചടിച്ച് ദുബായ് ഒരു സഹി കെട്ടു, തൽക്കാലം നമുക്കും തുടങ്ങാം. ലോകത്തിന് പുതിയ മാതൃകകൾ എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണ് കാസർഗോഡ്. ട്രെയിനിങ്ങിൽ പറയാറുണ്ട്, ചെറിയ ചെറിയ നമ്പറായിട്ടൊന്നും കാസർഗോഡ് പോകരുത്, കാരണം അവർ ഫുൾ നമ്പറാ. ബാധിച്ചിട്ടില്ല. ശരിക്കും കാസർഗോഡ് ജില്ല മാത്രം ഒരു രാജ്യമായി നോക്കിയാൽ വേറെ ലെവലായിരിക്കും അല്ലേ? നിങ്ങൾ ഈ പിന്നോക്കാവസ്ഥ എന്ന് പറയരുത്. പല കാര്യത്തിലും നിങ്ങൾ മുന്നോട്ടാണ്. ഉടായ്പല്ല, ഒരുപാട് കാര്യത്തിൽ മുന്നിലാണ് കാസർഗോഡ് അല്ലെ? ഉടായ്പ ഇതൊക്കെ വെറുതെ പറഞ്ഞത്. അത് ഇന്ന് രാവിലെ ഒരാള് ഫോർച്യൂണറിലാണ് വന്നത്. രാവിലെ ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ ആ ഫോർച്യൂണർ അവിടെ ചവിട്ടിയിട്ട് മഴയത്ത് ഓടി വന്നിട്ട് കൈ തന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പോയി. എൻ്റെ വീഡിയോ കണ്ട് പരിചയമുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, എടാ തൃശ്ശൂർ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടോ? ഒരു ഫോർച്യൂണർ നിർത്തിയിട്ട് മഴയത്ത് ഓടി വന്നിട്ട് അതിൻ്റെ ഒരു മുതലാളി ഓടി വന്ന് കെട്ടിപ്പിടിക്കുമോ? ഇല്ല. അപ്പം അവൻ പറഞ്ഞു, തൃശ്ശൂരും മുതലാളിമാർക്ക് മാത്രമേ ഫോർച്യൂണർ ഉള്ളൂ, ഇവിടെ എല്ലാവർക്കും ഫോർച്യൂണർ ഉണ്ട്. ഫോർച്യൂണറിലുണ്ട് മുതലാളി ആയിക്കൊള്ളുന്നില്ല, വേറെ ആരുടെ വണ്ടിയാണ്. അതിൻ്റെ മുതലാളി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഈ വണ്ടി. ഇത് കാസർഗോഡിന്റെ മൊത്തം ഇത് വീഡിയോ ഇട്ട എനിക്ക് 2 സ്ഥലത്ത് ഇടി കിട്ടും. 1 കാസർഗോഡ്, 2 തൃശ്ശൂര്. ഇട്ടോ അയ്യോ അല്ല, കാസർഗോഡ് അതല്ലേ സെൽഫ് സഫീഷ്യന്റ് ആളുകള്. കാര്യങ്ങളെങ്ങനെ നമ്മുടെ ബിൽഗേറ്റ് പറഞ്ഞൊരു സാധനമുണ്ട്, ഞാൻ മടിയന്മാരെ ജോലിക്ക് എടുക്കും. എന്താ കാരണം? എൻ്റെ ജോലി എളുപ്പത്തിൽ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴി അവൻ കണ്ടുപിടിക്കും. ഇത് നിങ്ങൾക്ക് മോട്ടിവേഷൻ അല്ല കേട്ടോ. പറയും ഏതാ പണിയെടുക്കാതെ പൈസ കൊടുക്കുന്നു? അത് പറയാ ഞാൻ ഒരു സാധനം എവിടെ ഇട്ടിട്ട് പോവില്ല. ചില അത് മാറ്റാനാ ഞാൻ വന്നത് ഇന്ന്. അതെന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു വർഷം സ്വീഡനിൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം, അതായത് നിങ്ങൾക്ക് വേണ്ട പൈസ ഗവൺമെന്റ് എത്തിച്ചേരാം, പക്ഷെ നിങ്ങൾ പണിയെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ആളുകൾ ആവേശത്തോടെ അത് വാങ്ങിച്ചെങ്കിലും 1 വർഷം 1.5 വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും സകല ആളുകളും ബോറടിച്ചും മരിച്ചു. ഫോൺ എടുത്തു. എന്നിട്ട് ഗവൺമെന്റിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ശമ്പളം കുറഞ്ഞാലും ജോലി വേണം എന്നുള്ളത്. ജോലി വേണം, കാരണം എന്നിട്ട് ആ പരിപാടി പൊളിഞ്ഞുപോയി. അതായത് അതിനെ എവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു സ്പെസിഫിക് ടെസ്റ്റ് അവിടെ ആയിരുന്നു. കാരണം ശമ്പളം ഇല്ലെങ്കിൽ പോലും ജോലി വേണ്ട ഒരു അവസ്ഥയുണ്ട്. ശമ്പളം കുറഞ്ഞാൽ പോലും ജോലി കിട്ടുക എന്നുള്ളൊരവസ്ഥയുണ്ട്. ഈ റിട്ടയർ ആയിട്ട് ഒരു 60 വയസ്സിൽ 65 വയസ്സിൽ റിട്ടയർ ആയിട്ട് വന്നിട്ട് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഷോപ്പ് കീപ്പറായിട്ട് നിൽക്കുന്നത് ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുക, കുറേ കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുക. വീട്ടിലിരുന്ന തലയിൽ ഈ ഡിപ്രഷൻ അടിച്ചു പോകും. ഈ റൊട്ടീൻ ആവുക, ഓർഡർ ആവുക എന്നുള്ള റൊട്ടീൻ, ആ 2 കാര്യങ്ങളെന്ന് പറയാം. ഓർഡർ, റൊട്ടീൻ. എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടാവുക, എല്ലാത്തിനും ഒരു റുട്ടീൻ, പതിവ് ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യന് വേണ്ട സാധനമാണ്. വെറുതെ ഇരുന്നാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഡിപ്രഷനാവും, ഉറപ്പാണ്. തിങ്കളാഴ്ച ജോലി ഉള്ളത് കൊണ്ടാണ് സുഹൃത്തുക്കളെ ഞായറാഴ്ച നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നത്. നിങ്ങൾ വിചാരിച്ച് 7-6 ദിവസം ജോലി ചെയ്തത് കൊണ്ടല്ല. അത് മാത്രമല്ല, 50% 6 ദിവസം നമ്മൾ ജോലി ചെയ്തു, സന്തോഷം. 7ാമത്തെ ദിവസം നമുക്ക് ജോലിയില്ല, സന്തോഷം. ആ സന്തോഷം എവിടെ നിന്ന് വന്നെന്നറിയോ? തിങ്കളാഴ്ച നമുക്ക് പോകാനുണ്ടല്ലോ എന്നുള്ളതാണ്. തിങ്കളാഴ്ച പോകാനില്ലെങ്കിൽ ഞായറാഴ്ച ആഘോഷിക്കാൻ പറ്റൂല.
ബോറടിച്ചു പോകും. അപ്പം അതുകൊണ്ട് നമുക്കൊരു ജോലി ഉണ്ടാവുക, ആ ജോലി നമ്മളെ പോറ്റുക, ആ ജോലിയിൽ നിന്ന് നമുക്ക് സാറ് പറഞ്ഞ പോലെ അഭിമാനം ഉണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണ്.